വേദിയിലും സദസ്സിലുള്ള എല്ലാവർക്കും നമസ്കാരം. വലിയ നീണ്ട പ്രസംഗത്തിനോ വാചകങ്ങൾക്കോ ഒന്നും ഒരു പ്രസക്തിയില്ല. എല്ലാവരും കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം കാണാൻ കാത്തിരിക്കുകയാണ്. എങ്കിൽ പോലും ഞങ്ങളെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ച സുമം ചേച്ചി, ടൈം കിഡ്സിൻ്റെ എല്ലാമായ സുമം ചേച്ചി, പ്രവീൺ, ഇന്ന് രണ്ടുപേരുമുള്ള നന്ദി അറിയിക്കുന്നു. സുമം ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു 2 വാക്ക് പറയണേ, അതുകൊണ്ട് മാത്രം ഒരു 2 വാക്കൊന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ കുഞ്ഞുങ്ങളുടെ ഈ ഒരു സമയം, കൊച്ചു കുട്ടികൾ ഇപ്പോൾ ഇവിടെ വന്നു പോയത് നമ്മൾ കണ്ടു. അവരുടെ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ അവരുടെ ക്യാരക്ടറിൻ്റെ അടിസ്ഥാന സ്വഭാവം രൂപപ്പെടുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് അവരെന്ത് കേൾക്കുന്നു, എന്ത് കാണുന്നു, അവർക്ക് ചുറ്റുപാടുകളിൽ നിന്ന് എന്ത് കിട്ടുന്നു, അവരിങ്ങനെ കുട്ടികൾ ഭയങ്കര കീനായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും. പേരൻസിനെ ആയാലും ഗ്രാൻഡ് പേരൻസിനെ ആയാലും ടീച്ചേഴ്സിനെ ആയാലും അവർ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു, ഇടപഴകുന്നു, എന്താണ് അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, ഇതെല്ലാം കുട്ടികൾ അങ്ങനെ തന്നെ ഗ്രഹിക്കും. വാക്കുകളെല്ലാം അതുപോലെ പിടിച്ചെടുക്കും. അത് പുറത്തു പോയി പറയുകയും ചെയ്യും. പലപ്പോഴും നമുക്കറിയാം, എനിക്ക് ചെറിയ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് പലപ്പോഴും എൻ്റെ മോൻ്റെയൊക്കെ വാ പൊത്തിപ്പിടിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്, മിണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട്. അതുപോലെയുള്ളൊരു ഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് അവർക്ക് വീട്ടകങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് അതിനുള്ള നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാം. സഹജീവികളോട് സ്നേഹവും കരുണയും ദയയും അനുകമ്പയും മനുഷ്യപ്പറ്റുമുള്ളവരായി നല്ല മനുഷ്യരായിട്ട് വളരാൻ അവർക്ക് സാധിക്കട്ടെ. നമ്മൾ ഒരുപാട് മത്സരത്തിന് ലോകത്തേക്ക് അവരെ തള്ളിവിടണ്ട. കുഞ്ഞുങ്ങളെ ഒരുപാട് ബേർഡൻ എടുത്തു കൊടുത്ത് അവരെ ഈ വലിയ ഭാരം ചുമക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടെത്തിക്കേണ്ട. അവർ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് വളരട്ടെ. എങ്കിൽ മാത്രമേ അവർക്ക് എല്ലാവരോടും, മാതാപിതാക്കളോട് സ്നേഹം ഉണ്ടാവുള്ളൂ, സമൂഹത്തോട് ഒരു പ്രതിബദ്ധത ഉണ്ടാവുള്ളൂ. എല്ലാവരോടും ചുറ്റുപാടും ഒരു പോസിറ്റിവിറ്റി അവർക്ക് സ്പ്രെഡ് ചെയ്യാൻ കഴിയണമെങ്കിൽ അവർക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു അതായിരിക്കും അവരത് തിരിച്ച് സമൂഹത്തിനും കൊടുക്കുന്നത്. അതുപോലെ നമ്മുടെ മക്കൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമുക്ക് വലിയ പാരിതോഷികങ്ങൾ കൊടുക്കുന്നതോ അല്ലെങ്കിൽ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നതോ അല്ലെങ്കിൽ അവർ ചോദിക്കുന്നത് എന്തും സാധിച്ചു കൊടുക്കുന്ന ഒരു കാര്യമല്ല. നമുക്ക് കുറച്ച് സമയം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ എല്ലാവർക്കും ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ കുറേ സമയം മാറ്റി വെച്ചേ പറ്റുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളെ കേൾക്കാൻ നമ്മൾ കുറച്ച് സമയം ചിലവഴിക്കുക. അവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവരുടെ മുഖത്തൊരു ക്ഷീണം കണ്ടാൽ, ഒരു വാട്ടം കണ്ടാൽ, അല്ലെങ്കിൽ ഒരു സങ്കടം കണ്ടാൽ, എന്ത് പറ്റി മോനെ, എന്ത് പറ്റി, എന്താ നിനക്ക്, എന്താ സങ്കടം, അല്ലെങ്കിൽ മോളെ എന്താ പ്രശ്നം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്നൊരു കാര്യം അവരോട് ചോദിക്കാൻ പറ്റിയ കുഞ്ഞുങ്ങൾ നമ്മളോട് എല്ലാം തുറന്നു പറയും. ഇത് നമ്മൾ ചെറുപ്പം തൊട്ടേ അത് ശീലിപ്പിച്ചില്ലെങ്കിൽ അവർ നമ്മളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്യും. പിന്നെ എന്താണ്, ഒരിക്കലും അവർ നമ്മളെടുത്ത് മനസ്സ് തുറക്കാത്തൊരവസ്ഥ വരും. അതവരെ വല്ലാത്ത അന്തർമുഖരാക്കും. ഈ അന്തർമുഖത്വം അവർ വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും. എനിക്ക് ആരോടും ഒന്നും പറയാൻ പറ്റുന്നില്ല, എൻ്റെ വീട്ടിൽ എന്നെ കേൾക്കാൻ ആളില്ല എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ കുഞ്ഞുങ്ങൾ അത് പിന്നെ അവർ ഒരിക്കലും ആരോടും മനസ്സ് തുറക്കാത്ത, ആരോട് സ്നേഹമില്ലാത്ത, സഹജീവികളോട് ഒരു അനുകമ്പയില്ലാത്ത എന്ത് ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിപ്പെടും. അങ്ങനെയുള്ള ഡിപ്രഷനിലേക്കും മറ്റുള്ള വലിയ പ്രശ്നങ്ങളിലേക്കും അവരെ കൊണ്ട് എത്തിക്കാതിരിക്കുക എന്നുള്ളത് എല്ലാ അച്ഛനമ്മമാരുടെ ഉത്തരവാദിത്വമാണ്. എൻ്റെ കുട്ടികൾ 2 പേരും ഈ ഒരു പ്രായമൊക്കെ കഴിഞ്ഞ് അവരിപ്പോൾ വലിയ കുട്ടികളായി. എങ്കിൽ പോലും ചെറിയ പ്രായത്തിലെ തൊട്ട് അവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എല്ലാ വിശേഷങ്ങളും ചിലപ്പോൾ അത് പൊടിപ്പും തങ്ങലൊക്കെ വെച്ച് നമ്മളടുത്ത് പറയും. അതെല്ലാം നമ്മൾ ക്ഷമയോടെ കേട്ടിരിക്കണം. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ശാസിക്കേണ്ട സമയത്ത് ശാസിക്കണം. അത് മറ്റുള്ള കുട്ടികളെ ഉപദ്രവിക്കുന്നു അങ്ങനെയുള്ള കംപ്ലയിൻസ് ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇനി മേലാൽ ആവർത്തിക്കരുത്, ആവർത്തിച്ചിട്ട് വന്ന് ഇവിടെ സപ്പോർട്ടില്ല എന്ന് പറയുകയും ചെയ്യണം. അപ്പോൾ വേറെ കൂടുതലൊന്നും പറയാനില്ല. എല്ലാവിധ ആശംസകളും ചേച്ചി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.